നമുക്കപ്പോൾ ഇന്ന് ഒന്നുകൂടി മമ്പുറം തങ്ങന്മാരെ പറ്റി സംസാരിക്കാൻ തോന്നും. അപ്പോൾ ശരിക്കും ആരാണ് മമ്പുറം തങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ പലരും തിരുത്തൽ ഇങ്ങനെ മമ്പുറം തങ്ങളല്ല, മമ്പുറം തങ്ങൾമാരാണ്. ആരാണ് ശരിക്കും മമ്പുറം തങ്ങന്മാർ? അങ്ങനെ വളരെ ബേസിക്കായി പറയുകയാണെങ്കിൽ മമ്പുറം തങ്ങന്മാർ എന്ന് പറയലേ, മമ്പുറം സയ്യിദ് അലവിത്തങ്ങളാണ് അവരുടെ പിതാവായിട്ട് ഉണ്ടാകുന്നത്. അവരുടെ മകനാണ് സയ്യിദ് ഫضൽ പൂക്കോയ തങ്ങൾ. കൂടുതൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ മമ്പുറം തങ്ങന്മാരിൽ ഇപ്പോൾ അവരുടെ അമ്മാവനായ സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഫാമിലിയിൽ നിന്ന് മലബാറിൽ വരുന്നത് കോഴിക്കോട് ഷേഖ് ജിഫ്രിയാണ്. 1745-ലാണ്, 45-46 കാലത്ത്. അതിൻ്റെ ഒരു 10 വർഷത്തിന് ശേഷം 1756-ലാണ് ഹസൻ ജിഫ്രി വരുന്നത്. അപ്പോൾ അന്നത്തെ തങ്ങന്മാരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഈ ബാലവി അല്ലെങ്കിൽ ഹൽറമി സയ്യിദ്സ്, ബുഖാരി സയ്യിദ്സ് എന്നുള്ള നിലക്കാണ് അവരുടെ ചരിത്രം. സയ്യിദ് തങ്ങൾ കുടുംബങ്ങളെ പൊതുവെ കേരളത്തിൽ നമ്മൾ ഉലമയുടെ ഒരു വിശാലമായൊരു ഹിസ്റ്ററി കേരളത്തിലുണ്ട്. എന്ന് മുതലാണ് കേരളത്തിൽ തങ്ങന്മാർ വരുന്നത്, വന്നു തുടങ്ങുന്നത്. അപ്പോൾ അത് പലരും പറയുന്നുണ്ട് 1300-കൾ 400-കളിലൊക്കെ ആയിട്ട് ആവാമെന്നുള്ളുണ്ട്. നമ്മൾ കൃത്യമായൊരു ഹിസ്റ്ററിയിൽ നമ്മൾക്ക് വരുമ്പോൾ 1520-കളിലാണ് ബുഖാരി സയ്യിദ്സ് വന്നു തുടങ്ങുന്നത് കേരളത്തിലേക്ക്. അതാണ് നമ്മൾ കേരളത്തിൽ ഇപ്പം ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇസ്ലാം ആദ്യം എവിടെ എത്തിയെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലാന്ന് പറയും. അപ്പോൾ കേരളത്തിൽ പലപ്പോഴും തീരദേശത്തായിരുന്നു മുസ്ലിങ്ങളുണ്ട്. നമ്മളിപ്പം പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്യുമ്പോൾ മുസ്ലിം കുടുംബക്കാർ. അപ്പം പിന്നീട് എപ്പോഴോ മുസ്ലിങ്ങൾ ഉൾനാട്ടിലേക്ക് വന്നിട്ട് ചെതറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കും ഒരു ലീഡർഷിപ്പ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് ലീഡർഷിപ്പായിട്ടാണ് സയ്യിദുമാർ കേരളത്തിലേക്ക് എത്തുന്നത്. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. കാരണം ഒരു 1500-കളോടെയാണല്ലോ പോർച്ചുഗീസുകാർ ഇവരൊക്കെ വരുന്നതും. ഇവിടെ ഒരു സംഘടിതമായ ലൈഫ് സാധനം ഒരു സ്കാറ്റേഡ് ആവുന്നുണ്ട്. മാപ്പിളമാരോടും അല്ലാത്തവരും ഈ ദളിത് കീഴാള വിഭാഗങ്ങളൊക്കെ അവരുടെ ഒരു സംഘടിത ലൈഫിന് ഇതിലൊരു ആഘാതം ഉണ്ടാക്കുന്നുണ്ട് പോർച്ചുഗീസുകാർ. അതിനെ തുടർന്നാണ് അതുവരെ ഇവിടുത്തെ ഏറ്റവും പവർഫുൾ ഭയങ്കര പണമുള്ള ടീമാണ് മാപ്പിളമാർ എന്ന് പറയുന്നത് മുസ്ലിംസ്. കാരണം അവരാണ് സാമൂതിരിയുടെ ഏറ്റവും വലിയ കച്ചവടക്കാർ, അവിടെ ആർമിയിലുള്ളവർ, കോസ്റ്റൽ വ്യാപാരങ്ങളൊക്കെ ഇവരുമായിട്ട് കണക്റ്റഡാണ്. പക്ഷേ ഇതോട് കൂടിയിട്ട് വലിയൊരു ഒരു തകർച്ച വരുമെന്നോ അവർ ഇൻലാൻഡിലേക്ക് ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ഉൾദേശത്തേക്ക് പോകാൻ അവർ നിർബന്ധിതരാവുകയാണ്. പക്ഷെ അവിടെ പോയിട്ട് ഇവിടുത്തെ ജന്മികളുടെ കീഴിൽ കുടിയാന്മാരായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇൻലാൻഡിലുള്ള മാപ്പിള സെറ്റിൽമെൻറ്റും സത്യത്തിൽ വ്യാപകമായിട്ട് ഈ സമയത്താണ് ഇങ്ങനെ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്കാറ്റേഡായി കിടക്കുന്ന ഒരു ഘട്ടത്തിൽ അവരെ സംഘടിതരാക്കാനും ഒരു ശക്തിയിലേക്ക് കൊണ്ടുവരാനും ഏറ്റവും പ്രധാനമായിട്ട് പ്രവർത്തിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് സയ്യിദ്സിൻ്റെ ആഗമനം തന്നെയാണ്, തങ്ങന്മാരുടെ വരവ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1500-കളോളം ബുഖാരി സയ്യിദ്സ് വരുന്നു. അടുത്ത 600-കളോടേക്ക് നമുക്ക് വ്യാപകമായിട്ട് ഈ ഹലർമി സയ്യിദ്സ്, 2 സയ്യിദ്സുകളാണ് കേരളത്തിൽ നമുക്ക് മൊത്തത്തിൽ ചുരുക്കി പറയാൻ പറ്റും. ഒന്ന് ബുഖാരി സയ്യിദ്സ്, മറ്റൊന്ന് ഹലർമി സയ്യിദ്സ്. ബുഖാരി സയ്യിദ്സ് ബുഖാറയിൽ നിന്ന് വരുന്നവരാണ്. ഹലർമി സയ്യിദ്സ് എന്ന് പറഞ്ഞാൽ യമനിൽ നിന്ന് വരുന്നവരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ഹലർമി സയ്യിദ്സാണ്. 40ഓളം ഫാമിലികൾ ഇവിടെ വരുന്നുണ്ട്, കുടുംബങ്ങൾ. അവരാണ് പിന്നീട് വ്യത്യസ്ത പേരുകളായിട്ട് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ കോഴിക്കോട് ഷേഖ് ജിഫ്രി ഒരു വലിയ ഫിഗറായിരുന്നു, മലബാറിലെ ഒരു പൊതു ലീഡർഷിപ്പായിരുന്നു. 1700-കളിൽ 1800-യുടെ തുടക്കത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. ആ ഫാമിലിയിൽ നിന്നാണ് അവരുടെ അടുത്ത കുടുംബത്തിൽപ്പെട്ടാണ് സയ്യിദ് ഹസൻ ജിഫ്രി വരുന്നത്. അന്നൊരാൾ വന്നാൽ മലബാറിൽ അതുവരെ ലീഡർഷിപ്പിലുള്ള ഒരു പ്രത്യേകമായ ഒരു നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കിടയിൽ, തങ്ങന്മാർക്കിടയിൽ. യമനിൽ നിന്ന് ഒരാൾ വന്നാൽ ഇവിടെയുള്ള ലീഡറെയാണ് സമീപിക്കുക. ഷേഖ് ജിഫ്രി വരുമ്പോൾ കൊയിലാണ്ടിയിൽ ഒരു വലിയ സീതിത്തങ്ങളുണ്ട്. അവരാണ് ഇവരുടെ ഒരു ഫിഗർ, ഒരു പവർ. ആര് വന്നാലും അവരെ പോയി കാണും, അവരുടെ ത്വരീഖത്ത് ഇതുകളൊക്കെ സ്വീകരിക്കും. അവരാണ് ഇവിടെ എവിടെയാണോ നീഡുള്ളത് അവിടേക്ക് റിക്രൂട്ട് ചെയ്യുക. തങ്ങന്മാരെ മലബാറിൽ എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ കൊണ്ടുപോയിട്ട് ഇന്ന ഏരിയയിൽ നിങ്ങൾ താമസിക്കാം എന്നുള്ളത് അവരെ കൊണ്ടുപോയി അപ്പോയിൻ്റ് ചെയ്യും. ഒരു നമുക്ക് ആ നെറ്റ്വർക്കിൽ നിന്നിങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഇതാണ്. അപ്പോൾ അക്കാലത്ത് പലരും വരുന്നു, കൊയിലാണ്ടിയിൽ പോകുന്നു, അവരെ കാണുന്നു, അങ്ങനെ പല ഭാഗത്തേക്കും വരിക. അപ്പോൾ 1703 ഇപ്പോൾ ഇന്ന് നമ്മൾ പൊന്നാനി വെളിയങ്കോട് ഭാഗത്ത് പോയാൽ പൊന്നാനിയിൽ ഒരു സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദ്രൂസി പറയുന്നുണ്ട്. അവിടെ വലിയ ജാറത്തിങ്ങൾ, വലിയൊരു മക്ബറയും വലിയൊരു പണ്ഡിതൻ്റെ തങ്ങളാണ്. അവരാണെങ്കിൽ ആ ധാരയിലാണ് ഐദ്രൂസി സയ്യിദ്സ് മലബാറിൽ വരുന്നത്. അപ്പോൾ അവർ 1703 വരുമ്പോൾ ആദ്യം പോകുന്നത് കൊയിലാണ്ടിയിലേക്കാണ്. സീതി തങ്ങളെ കാണുന്നു, സംസാരിക്കുന്നു. അവരാണ് ഇവരെ പൊന്നാനിയിലേക്ക് അപ്പോയിൻ്റ് ചെയ്യുന്നത്, അവിടെ പോയി താമസിക്കുന്നു. അങ്ങനെ ഒരു ചരിത്രധാരാണ്. അപ്പോൾ അതിനെ തുടർന്നാണ് പിന്നീട് ഷേഖ് ജിഫ്രി വരുന്നു. അവരും ആദ്യം അവിടെ പോകുന്നുണ്ട്, പിന്നീട് കോഴിക്കോട് പോയിട്ട് അപ്പോയിൻ്റ് ആവുന്നു.
പിന്നീടുള്ള ചരിത്രത്തിൽ നമ്മൾ വലിയ ഐദ്രുസ്തങ്ങൾ സംഭവമായിട്ട് വരുന്നുണ്ട്. പിന്നീട് വരുന്നത് ജിഫ്രി തങ്ങളാണ്. പിന്നീട് വരുന്നവരൊക്കെ കോഴിക്കോട് പോയി ജിഫ്രി തങ്ങളെ കണ്ട് സംസാരിച്ചിട്ട് മറ്റുള്ളിടത്തേക്ക് പോകും. ആ ഒരു ഘട്ടത്തിലാണ് മമ്പ്രതങ്ങന്മാരിലെ അമ്മാവനായ ഹസൻ ജിഫ്രി വരുന്നു. ഷേഖ് ജിഫ്രിയെ കാണുന്നു, ഒരു പൊന്നാനിയിൽ പോകുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ തിരൂരങ്ങാടി ദേശം എന്ന് പറഞ്ഞാൽ വലിയൊരു ഇസ്ലാമിക പാരമ്പര്യമുള്ള ഒരു നാടാണ്. തിരൂരങ്ങാടി ദേശത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഈ ആദ്യകാലത്ത് ഇസ്ലാം എത്തിയ ഒരു ഘട്ടത്തിൻ്റെ തുടർന്ന് ഒരു രണ്ടാം ഘട്ട ഒരു വ്യാപനം ഉണ്ടാകുന്നുണ്ട്. ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് 10 പള്ളികളുടെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ 700-800 മാൽദീനാറിൻ്റെ അതിൻ്റെ തൊട്ട് ഒരു നൂറ്റാണ്ടിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഒരു രണ്ടാം ഘട്ട ഹിസ്റ്ററി ഉണ്ടാകുന്നുണ്ട്. ഒരു സുഹ്റവർദി എന്ന് പറയുന്ന ചരിത്രമാരൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു 10-20ഓളം പള്ളി രണ്ടാമത് വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇസ്ലാം വരുന്ന ഒരു ഇടമാണ് തിരൂരങ്ങാടി എന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു പാരമ്പര്യമുണ്ട്. അപ്പോൾ 1500കളൊക്കെ വരുമ്പം തന്നെ ഈ മഖ്ദൂമികൾ അവിടെ വരുമ്പോഴും ആദ്യ കാളിമാരെ മലബാറിൻ്റെ ഉൾദേശത്ത് നിയമിക്കുമ്പോൾ അവർ തിരൂരങ്ങാടിയിലും വരുന്നുണ്ട്. അങ്ങനെ ഒരു ഹിസ്റ്ററി അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് നല്ലൊരു ഫിഗറിനെ കിട്ടണം. അവർ അന്വേഷണത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ഹസൻ ജിഫ്രി മലബാറിലെത്തുന്നത്. അപ്പോൾ അവർ പൊന്നാനി ഭാഗത്ത് വരുന്നു. അപ്പോൾ അവിടെയുള്ള ഇവിടെ തിരുവങ്ങാടിയിൽ നിന്ന് ആളുകൾ പോയിട്ട് ഞങ്ങൾക്ക് അവരെ വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് സെറ്റിലാക്കുകയാണ്. അങ്ങനെയാണ് ഹസൻ ജിഫ്രി ഒരു മലബാറിൻ്റെ അന്ന് വരെ തിരൂരങ്ങാടിയെ കേന്ദ്രീകരിച്ചാണ് ഒരു ഹിസ്റ്ററി നിലനിൽക്കുന്നത്. മമ്പുറം എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി അത്ര ചരിത്രത്തിലില്ല. ഒരു കടലുണ്ടിപ്പുഴയുടെ ഒരു മറുദേശത്താണിത്. പക്ഷെ ഒരു ചിത്രം തെളിഞ്ഞിട്ടില്ല. ഇവർ വന്ന് തിരൂരങ്ങാടി തന്നെ ഈ പള്ളിയുടെ തൊട്ടപ്പുറത്ത് ഈ മമ്പുറത്ത് വന്ന് സെറ്റിലാവുന്നതോടെയാണ് മമ്പുറം ഒരു ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരുന്നത്. ഹസൻ ജിഫ്രിയുടെ പിന്നീട് ഹസൻ ജിഫ്രിയുടെ മകളെയാണ് ഹസൻ ജിഫ്രി നേരെ അവിടെ രസകരമായൊരു കഥ എന്ന് പറയുന്നത്. ഹസൻ ജിഫ്രി 1700 വരുന്ന സന്ദർഭത്തിൽ, അതായത് 750കളിൽ വരുന്ന സമയത്തിൽ അദ്ദേഹം അവിടെ വന്നു. അവിടെ നിന്ന് വിവാഹം കഴിക്കാം, തിരുവങ്ങാടിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കൂടുതൽ കാലമൊന്നും ഇവിടെ താമസിച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ അദ്ദേഹം മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഫാമിലിയിൽ നിന്നും ഒരാൾ ഈ നാട്ടിലേക്ക് വരും, ഒരു പ്രവചനം പോലെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിയെ അവിടെ നിന്ന് വിവാഹം ചെയ്ത് അതിലൊരു പെൺകുട്ടി ഉണ്ടാവുക, ആ വരുന്ന ആളാണ് ഇവരെ വിവാഹം കഴിക്കുക. സത്യം പോലെ ഇദ്ദേഹം മരിച്ചു പോകുന്നുണ്ട്. പിന്നീട് ഒരു ഫാത്തിമ ഷെരീഫ എന്ന് പറഞ്ഞിട്ട് അവരുടെ മകളെ മമ്പ്രന്തങ്ങൾ വന്നതിന് ശേഷമാണ് ഇവരെ വിവാഹം കഴിക്കുന്നത്. മമ്പ്രന്തങ്ങൾ തൻ്റെ ഒരു 17ാം വയസ്സിലാണ് ഇവിടെ എത്തുന്നത്. 17ാമത്തെ വയസ്സിൽ യമനിൽ ഇവിടെ എത്തുന്നു, കോഴിക്കോട് വരുന്നു. പിന്നെ തൻ്റെ അമ്മാവൻ്റെ ഖബർ ഇവിടെ ഉണ്ട്, തിരൂരങ്ങാടിയിലുണ്ട്. അപ്പോൾ അവിടേക്ക് വരുന്നു, അവിടെ താമസിക്കുന്നു. ഇപ്പോൾ ഒരു 17ാമത്തെ വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു യുവത്വത്തിൻ്റെ ആ ഒരു ഒരു ടീനേജ് പ്രായത്തിൻ്റെ ആ ഒരു ത്രസിപ്പിലാണ് മമ്പ്രന്തങ്ങൾ ഇവിടെ വരുന്നത്. അവിടെ വരുന്നു, വലിയൊരു സ്വീകരണം. അന്ന് തിരൂരങ്ങാടി പള്ളിയിൽ ഒരു മഖ്ദൂമി ലീഡർഷിപ്പ് നിലനിൽക്കുന്ന ഒരു ഇടത്തിലേക്കാണ് ഒരു സയ്യിദ് ലീഡർഷിപ്പ് വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നും പല ഡിസ്കഷനിൽ നമ്മൾ ഈ സയ്യിദ് ലീഡർഷിപ്പ്, ഉലമ ലീഡർഷിപ്പ് എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷേ തങ്ങൾ വന്ന് താമസിക്കുന്നതോടെ ആ ഒരു കരിഷ്മാറ്റിക് ഫിഗർ, അതിൽ ഉലമ ലീഡർഷിപ്പ് പോലും തങ്ങളുടെ ഇതിലേക്ക് വന്ന് ചേരുകയാണ്. അന്ന് ഇപ്പോൾ രസകരമായിട്ട് പറയുന്ന ഒരു സാധനം, നമ്മുടെ ഉമർ ഖാലിയൊക്കെ ഇവിടെ ഒരു വലിയ ഒരു ദേശത്തിൻ്റെ ഖാലിയായിട്ട് വാഴുന്ന സമയമാണ് മലബാറിൽ, പ്രത്യേകിച്ച് ഈ ചാവക്കാട് ദേശത്തൊക്കെ. പിന്നെ ഔക്കോയ മുസ്ലിയാർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പണ്ഡിതന്മാരുള്ള സമയത്ത് അമ്പതങ്ങൾ വരുന്നത്. അമ്പതങ്ങൾ ചെറിയൊരു പ്രായക്കാരൻ. പക്ഷെ അപ്പോഴൊക്കെ ഇവരുടെ മൈൻഡിലൊരു സാധനം വരുന്നുണ്ട്, ഇവരാര്, ഞങ്ങൾ അംഗീകരിക്കണോ എന്നൊക്കെ ഒരു ചർച്ച, ഒരു സാധനം വരുന്നുണ്ട്. പക്ഷെ അവർ ആ ഒരു പരീക്ഷണ മൈൻഡോടെ മമ്പ്രന്തങ്ങളെ വന്ന് കാണുകയും സമീപിക്കുകയും ചെയ്യുമ്പോൾ ഇത് നമ്മൾ വിചാരിച്ച ആളല്ല, തങ്ങളെ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ എന്നുള്ളതിലേക്ക് അവരുടെ മൈൻഡിലുള്ള കൺഫ്യൂഷൻസ് മാറുന്നു. തങ്ങളുടെ ലീഡർഷിപ്പിനെ അവർ അംഗീകരിക്കുന്നു. പിന്നെയുള്ള ചരിത്രം അതാണ്. മമ്പ്രം തങ്ങൾ കേന്ദ്രീകൃതമായൊരു മലബാറിൻ്റെ ഹിസ്റ്ററി ആരംഭിക്കുന്നതാണ് അവിടെ മുതൽ നമ്മൾ കാണുന്നത്. ഒരു ചെറുപ്പക്കാരൻ, 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനിലൂടെ മലബാറിൻ്റെ ഒരു ഹിസ്റ്ററി വികസിക്കുന്നതാണ്. പിന്നീട് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അവിടെ നമുക്ക് മലബാറിൻ്റെ ഹിസ്റ്ററി മമ്പ്രതങ്ങൾക്ക് മുമ്പ് ശേഷം എന്നുള്ളതിലേക്ക് കൃത്യമായി പറയുന്ന വിധത്തിൽ ഒരു ആരംഭം ഉണ്ടാകുന്നു.